വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടതായി പിള്ളേരെ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബർമാരാണ്. സന്തോഷം തോന്നി അവർ വന്ന് പരിചയപ്പെട്ടപ്പോൾ. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വന്ന് പരിചയപ്പെട്ടു. ഇപ്പം പ്രത്യേകിച്ച് എല്ലാവരും അറിയാത്തൊരു നമ്പർ വാങ്ങിക്കുക, നാളെ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ കാണാമെന്ന് പറഞ്ഞു. സന്തോഷം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു വിചിത്രമായ തൂക്കുപാലം കാണാനാണ്. എല്ലാവരും പറഞ്ഞറിഞ്ഞിട്ട് വന്നതാണ്, ഒന്ന് കണ്ടു കളയാമെന്നോർത്ത്. വാ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം, എന്താന്നൊക്കെ അറിയണ്ടേ. അവിടെ എന്താ എഴുതി വെച്ചിട്ടുണ്ടോ, അതിലേ അങ്ങോട്ട് ആറ്റിലോട്ട് ഇറങ്ങുന്നതാണ്, അതിലേ കയറിപ്പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേ അങ്ങോട്ട് കയറിപ്പോകാം. വാ ഒന്ന് കാണണമല്ലോ എന്നാ സംഗതി. തൂക്കുപാലം എന്ന് പറഞ്ഞാൽ അത് എന്ത് തൂക്കുപാലമെന്നൊന്നും അറിയണ്ടേ. ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്തത് കണ്ടിട്ടുണ്ട്. അമ്പടാ, വാ 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 എല്ലാവരും ഉണ്ട്, വാ. അയ്യോ, ആറിൻ്റെ അടുത്തോട്ടായില്ല. കരയ്ക്കുന്നങ്ങനെ വലിയ ഗമേ നടന്നു പോവുക. ആറതാണ്, അങ്ങോട്ട് പോവുകയാണ് നടന്ന്. എൻ്റെ അമ്മേ, പേടിയാവുന്നേ, വിറയ്ക്കുന്നു. വേറെ ആൾ കയറുമ്പോഴേ പാലം തുള്ളു അവിടെ കിടന്ന്. ഇത് പത്തനംതിട്ട ജില്ലയിലെ കുളത്തൂർ മൊഴി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇങ്ങനൊരു തൂക്കുപാലത്തെക്കുറിച്ച് പലരും പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പോൾ ഇതൊന്ന് കാണാം, വീഡിയോ എടുക്കാം, നിങ്ങളെയും കാണിക്കാമെന്ന് ഓർത്ത് വന്നതാണ്. വായ്പൂര്, മുരണി അങ്ങനെയൊക്കെ സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങളിങ്ങോട്ട് തിരിഞ്ഞു വന്നത്. ആറ് ശാന്തമായിട്ട് ഒഴുകുക. അത് മണിമലയാറിന് കുറുകെ ഉള്ള പാലമാണിത്. മണിമലയാർ ഭയങ്കര കമ്പി കൊണ്ട് ഗേഡറാണ് ഉണ്ടാക്കിയതിന്, അക്കരെ ഇക്കരെ. അത് ഭയങ്കര വിചിത്രമാണ് കേട്ടോ. എന്തോ അങ്ങോട്ട് നീങ്ങി പോട്ടെ. വിറയ്ക്കുന്ന കയ്യും കാലും ഒക്കെ. അയ്യോ, പേടിയാകുന്നു. ഇവിടെ കയറിപ്പോയല്ലോ എന്നായിപ്പോയി. ഇച്ചിരി കൂടെ നടുക്കോട്ട് പോകാം. കാലൊക്കെ വിറയ്ക്കുന്നു. അയ്യോ, കയറിപ്പോയല്ലോ ദൈവമേ. എങ്ങോട്ട് തിരിച്ചു പോകും? മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ? ആൾക്കാരവിടെ പാലത്തിൻ്റെ ഒരറ്റത്ത് കയറുമ്പോഴേ ഇവിടെ പാലം വിറയ്ക്കാൻ തുടങ്ങും. അയ്യോ എൻ്റെ അമ്മോ. പക്ഷേ ഇതിൽ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവർ രണ്ട് കൈയും വിട്ട് അങ്ങ് പോകും, അവർക്കൊരു പേടിയില്ല. മുമ്പ് ഒരു ചേച്ചി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അല്ല ഈസി ആയിട്ട് നടന്നു പോയി. അവർക്കൊന്നും പേടിയില്ല, അവരൊക്കെ ഇവിടെ താമസക്കാരല്ലേ. കലങ്ങി മറിഞ്ഞ വെള്ളം. അയ്യോ, എങ്ങോട്ട് പോകണപ്പാ ഇപ്പോൾ? ഓടാനും വയ്യ, തിരിച്ചു പോകാനും വയ്യ, മുന്നോട്ട് പോകാനും വയ്യ. വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞ്. ഇന്നലെ നല്ല മഴയല്ലായിരുന്നോ? ഈ രണ്ട് വശത്തോട്ടും ആറിന് നടുക്കോട്ട് ഇങ്ങനെ മുള വളർന്ന് വന്ന് കിടക്കുക സൈഡിൽ നിന്ന് കേട്ടോ. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇനി ഞാൻ അതിൽ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു പോരുക. അയ്യോ, എനിക്ക് വയ്യ എൻ്റെ അമ്മേ, കാലൊക്കെ പെരുവിരിക്കുന്നു. ഏതായാലും താഴോട്ട് ഞാൻ നോക്കുന്നില്ല കേട്ടോ. ഇത് വാഗമണ്ണിലെ കണ്ണാടിപ്പാലത്തെ കയറിയത് പോലെ ആയിപ്പോയി. അവിടെ പോയിട്ട് ഞാൻ പാലത്തിന് വെളിയിൽ നിന്നതേ ഉള്ളൂ, പാലത്തെ കയറിയില്ല. എനിക്ക് പേടിയായിരുന്നു. അതുപോലെ ഒരു അബദ്ധമായിപ്പോയത്. അയ്യോ, ഞാൻ വരുന്നില്ല. ഇനി മേലാ ഞാൻ തൂക്കുപാലത്തെ കയറാൻ വരത്തില്ല. ഞാൻ രണ്ടു വശത്തും പിടിച്ചിരിക്കുക. അയ്യോ 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 അയ്യോ, ആരണ്ട് അവിടെ അറ്റത്ത് കയറി. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 9:30 10 മണിയോടുകൂടി ഞങ്ങളൊക്കെ കുറച്ച് പേര് ഇവിടെ വന്നതാണ് കാണാനായിട്ട്. നല്ല രസമുള്ള സ്ഥലമല്ലേ. എല്ലാവരും നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങളൊക്കെ ഇത് കാണാൻ ആഗ്രഹമില്ലേ? നല്ല സ്ഥലമല്ലേ.